നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ YIC ഏന്തിയാറിൻ്റെ, അതായത് ഏന്തിയാറിൻ്റെ മണ്ണിലെ 23 വർഷം പ്രവർത്തന പാരമ്പര്യമുള്ള കലാകായിക രംഗത്ത് പ്രവർത്തന പാരമ്പര്യമുള്ള ഏന്തിയാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, അതായത് YICയുടെ ഓണം ഫെസ്റ്റ് 2025 അതാണ് വീഡിയോയിലുള്ളത്. എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. വീഡിയോയിൽ മാവേലിയുടെ ഏന്തിയാർ സന്ദർശനം നമുക്ക് കാണാം. മാവേലിയുടെ സന്ദർശനത്തോടൊപ്പം തന്നെ YIC ഓണം മെഗാഫെസ്റ്റ് 2025 ഭാഗമായി ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങും കൂട്ടിക പഞ്ചായത്തിലെ പ്രമുഖരെ ആദരിക്കുന്ന ചടങ്ങും നടക്കുകയുണ്ടായി. കലാപരിപാടികൾക്ക് ശേഷം വൈകിട്ട് 7 മണിയോടുകൂടി സാംസ്കാരിക സമ്മേളനം ആരംഭിച്ചു. YICയുടെ പ്രസിഡന്റ് ജെയിംസ് കിണറ്റുകര അധ്യക്ഷനും YIC സെക്രട്ടറി രേഖലാൽ PR സ്വാഗതവും ആശംസിച്ചു. യോഗത്തിലെ കൂട്ടിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജോയ് ജോസ് മുഖ്യപ്രഭാഷണം നടത്തുകയും യോഗം അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിക്കൽ MLA ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. തുടർന്ന് പ്രമുഖരെ ആദരിക്കുന്ന ചടങ്ങും സമ്മാനദാനവും നടക്കുകയുണ്ടായി. തുടർന്ന് ഹരിതകർമ്മ സേനാ അംഗങ്ങൾക്കുള്ള ആദരവ് നൽകുകയുണ്ടായി. യോഗ നടപടികൾക്ക് ശേഷം ഹൈറേഞ്ച് ബോയ്സിൻ്റെ കിഡ്സ് മെഗാഗീത് ഗാനമേള നടക്കുകയുണ്ടായി. എന്നതിൽ YICയുടെ ഈ വർഷത്തെ ഓണം മെഗാഫെസ്റ്റിന് വൻ സ്വീകാര്യതയാണ് എന്നതിലുണ്ടായത്. വാമനൻ്റെയും മാവേലിയുടെയും എഴുന്നള്ളത്തും വടംവലി വൈകിട്ട് നടന്ന ഉച്ചയ്ക്ക് ശേഷം നടന്ന വടംവലി ജനങ്ങളിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയത്. YICയുടെ പ്രസിഡന്റ് ജെയിംസ് കിണറ്റുകരയെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. ആശംസിച്ചുകൊണ്ട് YICയുടെ സെക്രട്ടറി രേഖലാൽ സംസാരിക്കുന്നു. പ്രിയമുള്ള YICയുടെ അധ്യക്ഷൻ പ്രസിഡന്റ് ജെയിംസ് കിണറ്റുകര ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ
എത്തിച്ചേരാമെന്ന് പറഞ്ഞിരിക്കുന്ന പൂഞ്ഞാറിൻ്റെ പ്രിയങ്കരനായ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ബിജോയ് ജോസ്, നമ്മുടെ നാട്ടിലെ നമ്മുടെ പ്രിയങ്കരനായ ബിജു സാറ് തൊടുപുഴ SI ആണ്. അത് സമ്മാനദാനം നിർവഹിക്കാനാണ് സാറ് എത്തിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നമ്മുടെ 10ാം വാർഡ് മെമ്പറുമായ PS സജിമോൻ, പിന്നെ വേദിയിലിരിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ, മുതിർന്ന പൗരന്മാർ, ആശാ വർക്കർമാർ, പാലിയേറ്റീവ് കെയർ അംഗങ്ങൾ, എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തതായിട്ട് അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിന് വേണ്ടിയിട്ട് ജെയിംസ് സെക്രട്ടറി. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, YACയുടെ 23ാമത് ഓണം ഫെസ്റ്റ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നാട്ടിലെ എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിമനോഹരമായി ഒരു വടംവലിയും നടത്തി YAC ഇന്നത്തെ പരിപാടികൾ പര്യവസാനിച്ചിരിക്കുകയാണ്. YAC 23ാമത് ഓണം ഫെസ്റ്റ് ഇത്രയും മനോഹരമായി നടത്തുന്നതിന് ക്ലബിൻ്റെ കമ്മിറ്റിക്കാരും നമ്മുടെ മെമ്പർമാരുമെല്ലാം സഹകരണത്തോടെ അതിഭംഗിയായി നടത്തുകയുണ്ടായി. വരും കാലങ്ങളിലും ഇതുപോലെ നല്ല രീതിയിൽ നമ്മുടെ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയും നല്ല രീതിയിൽ ഇത് ചെയ്യുകയും ചെയ്യാമെന്നുള്ളൊരു ഉറപ്പുണ്ട്. പിന്നെ കഴിഞ്ഞ പരിപാടിയിൽ ഞങ്ങളൊരു വാഗ്ദാനം പറഞ്ഞായിരുന്നു, രോഗികൾക്ക് ധനസഹായം കൊടുക്കുന്ന ഒരു കാര്യം. YACയുടെ മെമ്പർമാരും വാർഡ് മെമ്പർമാരും കൂടെ ആലോചിച്ച് തിരഞ്ഞെടുപ്പെട്ട ഒരു 6 കുടുംബങ്ങൾക്ക് എല്ലാ മാസവും ഒരു തുക വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. YACയുടെ ഈ നല്ല പ്രവർത്തനങ്ങൾക്ക് നാട്ടുകാരായ നിങ്ങൾ ഓരോരുത്തരുടെയും സഹായവും പ്രതീക്ഷിക്കുന്നു. YACക്ക് സ്വന്തമായിട്ട് ഒരു ബിൽഡിംഗ് ഇല്ല. YAC അടുത്ത ഒരു തീരുമാനം YACക്ക് വേണ്ടിയിട്ട് ഒരു 2 സെൻറ്റ് സ്ഥലം മേടിച്ച് സ്വന്തമായിട്ട് ഒരു ബിൽഡിങ് നിർമ്മിക്കുക എന്നുള്ളതാണ്. YAC മെമ്പർമാരും കമ്മിറ്റിക്കാരും കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് ആലോചിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കാൻ തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ചില പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായി അടുത്ത വർഷം ഈ ഓണ സമയത്ത് YAC ഞങ്ങളുടെ സ്വന്തം ബിൽഡിങ്ങിൽ തന്നെ പ്രോഗ്രാം നടത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. 100% എൻ്റെ സഹപ്രവർത്തകരുടെ പിൻബലത്തോടുകൂടി ഞാൻ പറയുന്നു, അടുത്ത വർഷം ഞങ്ങൾ സ്വന്തം ബിൽഡിങ്ങിൽ തന്നെ ആയിരിക്കുമെന്ന് ഉറക്കെ പറയുന്നു. ഹരിതകർമ്മ സേനയെ ഞങ്ങൾക്ക് ആദരിക്കാൻ പറ്റിയെന്നുള്ളൊരു ഇതാണ്. നാടിൻ്റെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന് ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് ഹരിതകർമ്മ സേനക്കാരാണ്. അവരെ ആദരിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അത് ഞങ്ങളുടെ എല്ലാവർക്കും വളരെ ഒരു സന്തോഷം ഉണ്ടാക്കുന്ന രീതിയാണ്. ഹരിതസേനക്കാരിൽ നിന്നും 2 പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവർക്ക് ബെസ്റ്റായിട്ടല്ല, ഒരു ചെറിയൊരു വ്യത്യാസത്തിൽ പറഞ്ഞതുപോലെ അതും അടുത്ത ഈ കാലഘട്ടങ്ങളിൽ ഇനിയുള്ള ആൾക്കാർ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുവാനും അവർക്കൊരു പ്രചോദനമായിക്കോട്ടെ എന്നുകൊണ്ടാണ് ഞങ്ങൾ ആ രീതിയിൽ ഒരു ബെസ്റ്റ് പെർഫോമർ അവാർഡ് കൊടുക്കുന്നത്. എല്ലാ ആശാ വർക്കറെയും അതുപോലെ ഹരിതകർമ്മ സേനക്കാരെയും ആദരിക്കുകയും അവർക്ക് ഷീൽഡും മൊമെൻ്റെയും YACയുടെ ഭാഗം ഞങ്ങൾ YACയുടെ എല്ലാ മെമ്പർമാരും അതുപോലെ കമ്മിറ്റിക്കാരും ഒത്തൊരുമിച്ച് തീരുമാനിച്ച ഒരു തീരുമാനമാണ്. അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. മുഖ്യ പ്രഭാഷണത്തിനായി നമ്മുടെ പ്രിയങ്കരനായ കൂട്ടിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജോയിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യമായിട്ട് തന്നെ തിരുവോണത്തിൻ്റെയും നബിദിനത്തിൻ്റെയും അധ്യാപക ദിനത്തിൻ്റെയും ഊഷ്മളമായ ആശംസകൾ ഏവർക്കും നേടുവാൻ വേണ്ടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. മലയാളികളെ സംബന്ധിച്ച് ആർക്കും മറക്കാനാവാത്ത ഒരു ഉത്സവമാണ് കേരളത്തിൻ്റെ ദേശീയോത്സവം. മലയാളി എവിടെയാണെങ്കിലും ഓണം ഇല്ലാതെ ഒരു വർഷം മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കുകയില്ല.
അത് ദരിദ്രനായാലും മുതലാളിയായാലും തൊഴിലാളിയായാലും കൃഷിക്കാരനായാലും പാവപ്പെട്ടവനായാലും ധനികനായാലും ഓണം എന്ന് പറയുന്ന അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഉദാത്തമായ, ഏറ്റവും നിർണായകമായ, ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന ഒരു ദിവസമാണ്. അതിന് പണത്തിൻ്റെയോ മറ്റ് യാതൊരു പ്രശ്നങ്ങളോ തടസ്സങ്ങളോ ഇല്ലാതെ എല്ലാ ആൾക്കാരും സമതുലിതയോടുകൂടി തുല്യതയോടുകൂടി ആഘോഷിക്കുന്ന, ജാതിയുടെയോ മതത്തിൻ്റെയോ വ്യത്യാസമില്ലാതെ നമ്മുടെ ഏറെ ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ബഹുമാനായ MLA ഏറെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്ത് തന്നെ വളരെ വിപുലമായ രീതിയിൽ NDR YAC ക്ലബ്ബ് ഇവിടുത്തെ എല്ലാ ആൾക്കാരെയും കോർത്തിണക്കിക്കൊണ്ട് ഇന്ന് ഓണാഘോഷ പരിപാടി വളരെ ഭംഗിയായിട്ട് നടത്തുവാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചു. ഇതിൻ്റെ ഭാരവാഹികളെ പ്രത്യേകമായിട്ട് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം ഓണത്തിൻ്റെ ആ പ്രാധാന്യവും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും വലിയ പ്രതീക്ഷയും ഒക്കെയാണ് നമുക്ക് ഓണാഘോഷം നമുക്ക് നൽകുന്നത്. അപ്പോൾ ഓണം നമുക്ക് എല്ലാ ആൾക്കാരെയും കൂട്ടി എല്ലാ തരത്തിലുള്ള വിവിധങ്ങളായ മത്സരങ്ങൾ ഇന്ന് രാവിലെ മുതൽ നടത്തി ഉജ്ജ്വലമായ രീതിയിൽ വടംവലി മത്സരങ്ങൾ നടത്തി അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഓണാഘോഷ പരിപാടികൾ ഇവിടെ NDRനെ സംഘടിപ്പിക്കുവാൻ നമുക്ക് സാധിച്ചു. നമുക്ക് ഓണം എപ്പോഴും നമുക്ക് ഒരു പുത്തൻ ഉണർവ് നൽകുന്ന ഒരു ആഘോഷമാണ്. നമ്മുടെ മനസ്സിലുള്ള ബുദ്ധിമുട്ടുകളും അരുതായ്മകളും വല്ലായ്മകളും പോരായ്മകളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ മനസ്സിന് പുത്തൻ ഉണർവ് നൽകുന്ന വലിയൊരു ആഘോഷത്തിൻ്റെ അവസരമാണ് ഓണക്കാലം എന്ന് പറയുന്നത്. കുട്ടികളും മുതിർന്നവരുമെല്ലാം പ്രായഭേദമന്യേ ആഘോഷിക്കുന്ന, ആർത്തുല്ലസിക്കുന്ന, മത്സരിക്കുന്ന ഒരു അവസരം കൂടിയാണ് ഓണാഘോഷം എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ച കൂട്ടുകൽ പഞ്ചായത്ത് നമുക്ക് അഭിമാനത്തോടുകൂടി പറയുവാനായിട്ട് സാധിക്കും. നമുക്ക് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പാതയിലാണ് നമ്മുടെ പഞ്ചായത്ത്, നമ്മുടെ ജനങ്ങളുമെല്ലാം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടിൻ്റെയും പീഡനത്തിൻ്റെയും അതുപോലെ തന്നെ യാതനകളുടെയും ഒക്കെ ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളെങ്കിൽ. അതെല്ലാം നമുക്ക് ഓരോന്നോരോന്നായി നമ്മൾ അതിനെല്ലാം മറികടന്നുകൊണ്ട് കഴിഞ്ഞ കാലങ്ങൾ ഉണ്ടായിരുന്നതിനേക്കാൾ സുന്ദരവും കൂടുതൽ മഹത്വവൽക്കരിക്കപ്പെടുന്ന അല്ലെങ്കിൽ മഹത്വപൂർണ്ണമായ പുത്തൻ ഒരു പ്രദേശമായി നമ്മുടെ കൂട്ടിക്കലും NDRും ഒക്കെ മാറുന്നു എന്നുള്ള വലിയ ഒരു കാര്യമാണ്. ഇവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് നമുക്ക് പോരാടിയപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം 10 മടങ്ങ് മേന്മയോടുകൂടി 10 മടങ്ങ് മെച്ചപ്പെട്ട രീതിയിൽ തിരിച്ചു കിട്ടുന്ന ഏതാനും വർഷങ്ങൾക്ക് ശേഷം നമുക്കതെല്ലാം കൂടുതൽ നല്ല രീതിയിൽ ഉതകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിച്ചു. അത് നാടിൻ്റെ ഒരു കൂട്ടായ്മയാണ്, നാടിൻ്റെ ഒരു ഒത്തൊരുമയാണ്. നാട്ടിലെ ജനങ്ങളെല്ലാം രാഷ്ട്രീയവും മറ്റ് കക്ഷി വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ ഇവിടുത്തെ എല്ലാ ആൾക്കാരും ഒന്നിച്ച് മുന്നോട്ടിറങ്ങി മുമ്പോട്ട് വന്നപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടത്തിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. ബഹുമാനപ്പെട്ട MLA ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി സംസാരിക്കും. നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ നാടിനെ സമുദ്ധരിക്കുവാനും പൂർവാധികം ഭംഗിയായി മുൻപോട്ട് കൊണ്ടുപോകുവാനും ഒക്കെ സാധിച്ചു. അതിൻ്റെ ആഹ്ലാദമാണ് നമ്മുടെ ഈ ഓണാഘോഷത്തിനുമൊക്കെ പലപ്പോഴും പ്രകടമാകുന്നത് നമുക്കറിയാം. ആ രൂപത്തിൽ നമുക്ക് ഭംഗിയായ രീതിയിൽ ചിട്ടയായ രീതിയിൽ നമ്മുടെ നാടിനെ ഓരോ നേട്ടവും കൈവരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ ആ നാടിനോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ നാട്ടിലെ എല്ലാ ആൾക്കാരും ഒറ്റക്കെട്ടായി പരിശ്രമിക്കുന്നു എന്നുള്ളത് വളരെ മഹത്തായ ഒരു കാര്യമാണ്. ഇവിടെ ബഹുമാനപ്പെട്ട മുതിർന്ന പൊതുപ്രവർത്തകരെ ആദരിക്കുന്ന ചടങ്ങുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങുണ്ട്, അതുപോലെ തന്നെ ആശാവർക്കർമാരായിട്ടുള്ളവരെ ആദരിക്കുന്ന ചടങ്ങുകളുണ്ട്. ഇങ്ങനെ സമൂഹത്തിൻ്റെ വിഭിന്ന മേഖലകളെ പ്രാഗൽഭ്യം തെളിയിച്ച നിരവധി ആൾക്കാരെ ഇവിടെ ആദരിക്കുന്ന ചടങ്ങുകളുണ്ട്. നമുക്കറിയാം നമ്മുടെ ഇടമന്ന സാറും അതുപോലെ തന്നെ ജേക്കബ് ചേട്ടനും അബൂബക്കർ ആക്കയും ഒക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഈ മേഖലയുടെ പൊതുപ്രവർത്തന രംഗത്ത് കൂട്ടിക്കൽ പഞ്ചായത്തിൻ്റെയും മറ്റെല്ലാ പ്രദേശങ്ങളുടെയും പൊതുപ്രവർത്തന രംഗത്ത് നിഷ്കാമ കർമ്മങ്ങൾ നടത്തിയ ആൾക്കാരാണ്. അപ്പോൾ അവരെയൊക്കെ ആദരിക്കുവാൻ വേണ്ടിയിട്ട് YAC ക്ലബ്ബ് മുന്നിട്ട് വന്നിരിക്കുന്നു എന്നുള്ള വലിയ ഒരു സന്തോഷകരമായ കാര്യമാണ്. ക്ലബിലെ അംഗങ്ങളെയും അതുപോലെ തന്നെ ആദരിക്കപ്പെടുന്നവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും ഒക്കെ സൂചിപ്പിച്ചു. നമ്മുടെ നാട് കഴിഞ്ഞ കാലങ്ങളിൽ അഭിമുഖീകരിക്കുന്ന വ്യത്യസ്തമായ ചില പ്രശ്നങ്ങളാണ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാടിനെ മാലിന്യമുക്തമാക്കുന്ന നമ്മുടെ ജീവിതശൈലികളും നമ്മുടെ പുതിയ സംവിധാനങ്ങളൊക്കെ വരുമ്പോൾ ഒട്ടേറെ പ്ലാസ്റ്റിക്കും അതുപോലെയുള്ള നമുക്ക് ഒഴിവാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വീടുകളിൽ കുന്നുകൂടുകയാണ്. അതൊക്കെ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്ന് പറഞ്ഞ് പ്രത്യേക സേനയെ തന്നെ ഗവൺമെന്റ് നിയോഗിക്കുകയും പഞ്ചായത്തിലോട് ചേർന്ന് നിന്നുകൊണ്ട് ഹരിതകർമ്മ സേനാംഗങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ
ആദ്യകാലത്തൊക്കെ നമുക്കുള്ള പ്രവർത്തനങ്ങൾ എന്താക്കിയാണെന്നും എന്തിനു വേണ്ടിയാണെന്നും ഒക്കെ നമുക്ക് അറിയില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം അവർ ചെയ്യുന്ന സേവനങ്ങൾ എത്ര മഹത്തരമാണ്, എത്ര കൃത്യമായിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. അവരൊരു മാസം അത് ചെയ്യാതിരുന്നാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മുടെ ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടിലെ പഞ്ചായത്തിലെ എല്ലാ ഹരിതകർമ്മ സേനാംഗങ്ങളും വളരെ ആത്മാർത്ഥമായും സത്യസന്ധമായും കൃത്യമായും അവരുടെ ജോലികൾ പോകുന്നതുകൊണ്ടാണ് നമ്മുടെ നാടിനെ കുറെയെങ്കിലും മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നത്. YSയുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഇവിടെ കടന്നു വന്ന ഓരോ ആളുകളായ MLA പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ വാർത്തകൾ നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ഉദ്ഘാടനത്തിനായി നമ്മുടെ ആദരണീയനായ MLA ക്ഷണിച്ചുകൊള്ളുന്നു. എന്നെ ശ്രമിക്കുന്ന എൻ്റെ നാട്ടിലെ സഹോദരന്മാർ, നമ്മൾ മലയാളികളെ എല്ലാം സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ് പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണം. NDRനെ സംബന്ധിച്ചിടത്തോളം ആ തിരുവോണം ഏറ്റവും ഭംഗിയായി അത്യുത്സാഹത്തോടെ ആഘോഷിക്കുവാൻ നേതൃത്വം കൊടുത്ത YSC ക്ലബിനെയും അതിൻ്റെ ഭാരവാഹികളെയും ഞാൻ ആദ്യമേ തന്നെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. കാരണം നമുക്ക് മറ്റാഘോഷങ്ങളെക്കാളൊക്കെ ഇപ്പോൾ പുതിയ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വൈബുള്ള ആഘോഷം ആണ് ഓണാഘോഷം. നമുക്ക് യഥാർത്ഥത്തിൽ വിവിധ മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായ ജന്മദിനവും വിവാഹ വാർഷികവും ഒക്കെ അടക്കമുള്ള ആഘോഷങ്ങളുണ്ട്. നമ്മുടെ ദേശീയ ആഘോഷങ്ങളുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോഴും വേറിട്ട ഒന്നായി എല്ലാവരും ഒരേ മനസ്സായി മലയാളി എന്ന ആ ഒരു വലിയ ഐഡന്റിറ്റി അത് ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ ആഘോഷമാണ് തിരുവോണം. കാരണം അത് നമ്മളെല്ലാവരുടേതുമാണ്, നമ്മളെ എല്ലാവരെയും ഒന്നിപ്പിക്കുന്നതുമാണ്. നമുക്ക് അതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ലോകത്തെ ഏറ്റവും ഉദാത്തമായ ഒരു സാമൂഹിക സങ്കല്പം, ഒരു സമൂഹം, ഒരു ജനം, ഒരു നാട്, ഒരു രാജ്യം, അതെങ്ങനെ ആയിരിക്കണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. എല്ലാവരും സന്തുഷ്ടരായിരിക്കണം, എല്ലാവരും ഏറ്റവും സമൃദ്ധിയിൽ ജീവിക്കുന്നവരായിരിക്കണം, നീതിയും സത്യവും ശരിയുമെല്ലാം വിളങ്ങി നിൽക്കുന്ന ഒരു നാടായിരിക്കണം. ഇതെല്ലാം അല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹ സാഫല്യത്തിനനുസരിച്ച്, ആഗ്രഹ പൂർത്തീകരണത്തിനനുസരിച്ച് പക്ഷെ പലപ്പോഴും നമുക്ക് ആയിത്തീരാൻ കഴിയാറില്ല. അത് നമുക്ക് മാത്രമല്ല, ലോകത്തൊരിടത്തും അങ്ങനെ ആവാൻ കഴിയാറില്ല. അതുകൊണ്ട് തന്നെ മാവേലി നാട് വാണിടുന്ന കാലം അങ്ങനെ ഒരു നാടായിരുന്നു എന്ന് നാം സങ്കല്പിക്കുമ്പോൾ, ആ ഐതിഹ്യം നാം നെഞ്ചേറ്റുമ്പോൾ, ആ സമത്വ സുന്ദരമായ സാമൂഹിക സങ്കല്പം സമൃദ്ധിയുടെ, ഐശ്വര്യത്തിന്റെ, ആമോദത്തിന്റെ, ആഹ്ലാദത്തിന്റെ, ആനന്ദത്തിന്റെ, അതോടൊപ്പം കള്ളപ്പറയും ചെറുനാഴിയുമില്ലാത്ത, കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ലാത്ത, ഒരനീതിയുമില്ലാത്ത, ഒരക്രമവുമില്ലാത്ത, ഒരു തരത്തിലുമുള്ള സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളില്ലാത്ത ഒരു സമൂഹം, ഒരു നാട്, എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന നാട്. അത്തരമൊരു സങ്കല്പമാണ് ഓണത്തിന്റെ ആഘോഷത്തിലേക്ക് നമ്മളെ എല്ലാവരെയും നയിക്കുന്നത്. നമ്മൾ ഓണത്തിന് സദ്യവട്ടങ്ങൾ ഒരുക്കും, പായസവും ഉപ്പേരിയുമുണ്ട്. നമുക്ക് ഊഞ്ഞാലാട്ടവും വള്ളംകളിയും തിരുവാതിരയും വടംവലിയും എന്ന് വേണ്ട മലയാള തനിമയുള്ള എന്തൊക്കെ ആഘോഷങ്ങളുണ്ടോ അതൊക്കെ ഓണത്തിന്റെ മുഖമുദ്രയാക്കി നാം നെഞ്ചേറ്റിൽ ആളിച്ച് കൊണ്ടു നടക്കുകയാണ്. തീർച്ചയായിട്ടും ഈ സന്ദർഭത്തിൽ ഇവിടെ ഏറ്റവും നല്ല നിലയിൽ കലാകായിക മത്സരങ്ങൾ നടത്തി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവരെ ആദരിക്കുക, ഒരു നാടിനെ ഒന്നിച്ചു നിർത്തുക, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ നാം നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്താണെന്ന് അറിയാമോ?
ആ വെല്ലുവിളി നമുക്കിടയിൽ സൃഷ്ടിക്കപ്പെടുന്ന ഭിന്നതകളാണ്, അസഹിഷ്ണുതകളാണ്, വിദ്വേഷമാണ്, വെറുപ്പാണ്, അവിശ്വാസമാണ്. നമുക്കൊക്കെ ജാതിയും മതവുമുണ്ട്, നമുക്കൊക്കെ രാഷ്ട്രീയ ആദർശങ്ങളുണ്ട്, നമുക്കൊക്കെ പ്രത്യേകമായ കാഴ്ചപ്പാടുകളും ആശയങ്ങളും ചിന്താഗതികളുമുണ്ട്. പക്ഷെ അതിനിടയിൽ, ആ വേർതിരിവുകൾക്കിടയിൽ നമ്മൾ ഒന്നാണ്. നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മൾ പരസ്പരം സഹായിക്കേണ്ടവരാണ്. നമ്മൾ പരസ്പരം സ്നേഹിക്കേണ്ടവരാണ്. നമ്മൾ തോളോട് തോൾ ചേർന്ന് മുന്നോട്ട് പോകേണ്ടവരാണ് എന്ന മഹത്തായ മാനവികമായ ദർശനം, ആ ദർശനവും കാഴ്ചപ്പാടും ഇന്ന് നമുക്ക് പതുക്കെ പതുക്കെ കൈമോശം വരുന്ന, ഇല്ലായ്മപ്പെട്ടു വരുന്ന, ജാതിയുടെയും മതത്തിന്റെയും പേരിൽ, രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ, ഭാഷാ ദേശ ഭിന്നതകളുടെ പേരിൽ, സാമ്പത്തിക ഏറ്റക്കുറച്ചിലുകളുടെ പേരിൽ, മറ്റു പല സങ്കുചിത വിഭാഗീയത സ്വാർത്ഥപരമായ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അസഹിഷ്ണുതയും വിദ്വേഷവും വെറുപ്പും എല്ലാം അവിശ്വാസവും എല്ലാം വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അത് മനുഷ്യത്വത്തിനും മാനവികതയ്ക്കും ചേരുന്നതല്ല, യോജിക്കുന്നതല്ല, മാവേലി നാടെന്ന സങ്കല്പത്തിനൊട്ടും ഇണങ്ങുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ ഓണം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ പായസം കുടിക്കുന്നതിന്റെ മധുരം നാവിനൂറുന്നതിന്റെ അല്ല, മത്സരങ്ങളിൽ പങ്കെടുത്ത് ആവേശഭരിതരാവുന്നതിന്റെ അല്ല, സമ്മേളനങ്ങൾ വെക്കുന്നതിന്റെയും ആദരവുകൾ നൽകുന്നതിന്റെയും അല്ല. മനുഷ്യന്റെ മനസ്സുകൾ ഒന്നാകുവാനും ശരിയുടെയും നീതിയുടെയും നന്മയുടെയും പക്ഷത്ത് ഒരുമിച്ച് നിൽക്കാനും കഴിയുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്ക് ഓണാഘോഷത്തിന്റെ ശരിയായ അന്തസത്തയും ശരിയായ അർത്ഥങ്ങളും ഉൾക്കൊള്ളാൻ കഴിയുന്നത് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് നിൽക്കുന്ന ഇത്തരം വേദികൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് YAC. ആർട്സും സ്പോർട്സും നമ്മുടെ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരികമായ അഭ്യുന്നതയ്ക്ക് ഉപകരിക്കുന്നതാണ് കലാകായിക മേഖല. അവിടെ നമുക്ക് മറ്റു വിഭാഗീയതകളില്ല, അവിടെ രാഷ്ട്രീയത്തിന്റെ ആവശ്യവും പ്രസക്തിയുമില്ല, അവിടെ ജാതിമത വേർതിരിവുകളില്ല, അവിടെ മറ്റൊന്നും വേർതിരിക്കുന്നതില്ല. അവിടെ ഒരുമിപ്പിക്കൽ മാത്രമേ ഉള്ളൂ. ഒപ്പം സ്പോർട്സ്മാൻ സ്പിരിറ്റും ആരോഗ്യകരമായ സാംസ്കാരിക വിനിമയവും ആശയവിനിമയവുമാണ് അവിടെ സാധ്യമാകുന്നത്. അവിടെയാണ് നമുക്ക് ഒരുമിക്കലും യോജിപ്പും മുന്നോട്ടുള്ള ശരിയായ പ്രയാണവും ഉറപ്പുവരുത്താൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഈ ഓണാഘോഷത്തെയും YACയുടെ ഈ ഓണസമ്മേളനത്തെയും അനുമോദിക്കുന്നു എന്ന് ആമുഖമായി ഞാൻ സൂചിപ്പിക്കാൻ കാര്യം അതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ തിരുവോണത്തിന് കൂടുതൽ പ്രസക്തിയുണ്ട് എന്ന് അടിവരയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് വെറുതെ ഭംഗിവാക്യം പറഞ്ഞല്ല. ഇവിടെ പ്രിയപ്പെട്ട ബിജോയ് പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ 2021 ഒക്ടോബർ 16 നമ്മുടെ നാടിന്റെ ഒരു കറുത്ത ദിനമായിരുന്നു അന്ന്. നൂറുകണക്കിന് ഉരുളുകൾ, മലവെള്ളപ്പാച്ചിലുകൾ, മലയിടിച്ചിലുകൾ നമ്മുടെ നാടിനെ തകർത്തെറിഞ്ഞു. നമ്മുടെ ഏതാനും സഹോദരങ്ങൾ എന്നേക്കുമായി കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. 400-ലധികം വീടുകൾ ഇല്ലാതായി തീർന്നു. ഒരുപാട് സ്വത്തുവകകൾ, കോടിക്കണക്കിന് രൂപയുടെ കൃഷിയും മറ്റു സ്വത്തുവകകളും നമുക്ക് നഷ്ടപ്പെട്ടു. നമ്മുടെ റോഡുകൾ, നമ്മുടെ പാലങ്ങൾ, നമ്മുടെ ഓഫീസുകൾ, നമ്മുടെ ഒരുപാട് പൊതുകാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ പ്രിയപ്പെട്ടവരെ, അഭിമാനത്തോടെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നതിന്റെ പേരിൽ ഒറ്റക്കെട്ടായി ആ കാര്യത്തെ, ആ പ്രതിസന്ധിയെ മുറിച്ചു കടക്കാൻ പരിശ്രമിച്ചതിന്റെ ഫലമായി മുമ്പ് നഷ്ടപ്പെട്ടതെല്ലാം, നമ്മുടെ സഹോദരങ്ങളുടെ ജീവനൊഴികെ മറ്റെല്ലാം 10 മടങ്ങ് മികവോടെ, അതിനേക്കാൾ മികച്ച നിലയിൽ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഈ ആന്ധ്ര ടൗണിൽ നിന്നും മുക്കളം ഭാഗത്തേക്ക് പോകുന്ന പാലം തകർന്നതിന്റെ ഫലമായി ഈ പ്രദേശത്തുകാരും പ്രത്യേകിച്ച് അങ്ങേക്കരയുള്ളവരും അനുഭവിച്ച വലിയ ദുരന്തം, വലിയ ദുരിതം. ആ ദുരിതത്തിന് നമുക്കിന്ന് പരിഹാരം കാണാൻ കഴിഞ്ഞു. വളരെ മികച്ചൊരു പാലം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഏന്ത്യത്തിൽ നിന്ന് ഇളങ്കാട്ടിലേക്ക് പോയാൽ, ഇളങ്കാട് ടൗൺ കിടക്കുമ്പോൾ നമുക്ക് വാഗമൺ ഭാഗത്തേക്കും ഇളങ്കാട് ടോപ്പിലേക്കും ഒക്കെ പോകുവാനുണ്ടായിരുന്ന നമ്മുടെ ഇളങ്കാട് പാലവും നമ്മുടെ മ്ലാക്കേര പാലവും എല്ലാം തകർന്നു പോയിരുന്നു. നമുക്കിപ്പോൾ അതെല്ലാം മികച്ച നിലയിൽ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ മുണ്ടക്കയത്തുനിന്ന് നമ്മുടെ ഈ പാത തകർന്ന് തരിപ്പണമായിരുന്നു. അത് വലിയ വരെ പുനഃസൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞു.
അതുപോലെ നമ്മുടെ കാവാലിയിൽ നിന്നും ചോലത്തടം ഭാഗത്തേക്ക് കുട്ടികൾ ടൗണിൽ നിന്ന് പോകുന്ന റോഡ്, നമ്മുടെ കുട്ടികളിൽ നിന്ന് വ്രാപ്പള്ളിയിലേക്ക് പോകുന്ന NDR വ്രാപ്പള്ളിയിലേക്ക് പോകുന്ന എല്ലാ റോഡുകളും തകർന്നു തരിപ്പണമായിരുന്നു, ഗതാഗത യോഗ്യമാണ്. ഇന്ന് ആ റോഡുകളെല്ലാം നമുക്ക് പുനഃസൃഷ്ടിച്ച് ഏറ്റവും മനോഹരമായ നിലയിൽ ഗതാഗത യോഗ്യമാക്കാൻ കഴിഞ്ഞു. നമുക്ക് പുതിയ ആശുപത്രി തലയുയർത്തി പണി ദ്രുതഗതിയിൽ നടന്നു വരികയാണ്. നമുക്ക് പുതിയ വില്ലേജ് ഓഫീസ് പണിയാൻ കഴിഞ്ഞു. ഇപ്പോൾ കുട്ടിക്കലിന് ഒരു ഓണസമ്മാനം, NDR ഒരു ഓണസമ്മാനം, ഈ നാടിനൊരു ഓണസമ്മാനം. അത് നിങ്ങൾ അറിഞ്ഞ കാര്യമാണെങ്കിലും ഞാൻ ഒന്നുകൂടി സന്തോഷ സൂചകമായി NDR മണ്ണിൽ നിന്നുകൊണ്ട് ഈ ഓണ ദിവസം നിങ്ങളുടെ ഈ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട ബിജോയ് മുഖ്യ പ്രഭാഷണത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മുണ്ടക്കയത്ത് നിന്ന് ആരംഭിച്ച് കുട്ടിക്കൽ വന്ന് NDR വന്ന് ഇളങ്കാട്ടിൽ വന്ന് വലിയ എത്തി നിൽക്കുന്ന BMBC റോഡ് തുടർന്നുള്ള 7 കിലോമീറ്ററും 300 മീറ്ററും പൂർത്തീകരിച്ച് വാഗമണിലേക്ക് എത്തിക്കാൻ ടെൻഡർ ഉറപ്പിച്ച് ഈ സെപ്റ്റംബർ മാസത്തിൽ തന്നെ നിർമ്മാണം ആരംഭിക്കാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ആ പണി 2026 നമ്മൾ പൂർത്തീകരിച്ച് അടുത്ത വർഷത്തെ ഓണത്തിന് വാഗമൺ സഞ്ചാരികൾ ഈ പാതവഴി കടന്ന് വാഗമണ്ണിലേക്ക് വിനോദസഞ്ചാരികൾ പോകുന്ന മനോഹരമായ കാഴ്ച നമുക്ക് ഉറപ്പാക്കാൻ കഴിയും, ഉറപ്പാക്കിയിരിക്കുമെന്ന് ഞാൻ ഈ വേദിയിൽ അസന്നിഗ്ധമായി പ്രിയപ്പെട്ടവരെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ വന്നാൽ നമുക്കുണ്ടാകുന്ന ഒരു വലിയ നേട്ടം എന്ന് പറയുന്നത് വാഗമൺ ഇപ്പമുള്ളതിന്റെ 10 മടങ്ങ് വലിയ ടൂറിസം സാധ്യതകളുള്ള ഒരു പ്രദേശമാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ കാർഷിക മേഖല വലിയ തകർച്ചയില, കർഷകരാകെ അങ്ങേയറ്റം ദുരിതക്കയറ്റില, വ്യാപാര മേഖലയും വലിയ പ്രതിസന്ധിയിലാണ്, നമ്മുടെ തൊഴിൽ മേഖലകളെല്ലാം മുരടിപ്പിലാണ്. നമുക്കിനി ആശ്രയിക്കാവുന്നത്, നമുക്കിനി നേട്ടം കൊയ്യാവുന്നത്, നമുക്ക് നമ്മുടെ തൊഴിലും വരുമാനവും ജീവിതമാർഗവും കണ്ടെത്താൻ കഴിയുന്നത്, പ്രിയപ്പെട്ടവരെ ഒരു സംശയം വേണ്ട, നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ സൂചിപ്പിക്കുന്നു, അത് നമ്മുടെ ടൂറിസം മേഖലയാണ്. വളരെ ഉത്തരവാദിത്വ ബോധത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രകൃതി രമണീയത, ഇതിന്റെ 10-1 പോലും പ്രകൃതി രമണീയതയോ ടൂറിസം സാധ്യതകളോ ഇല്ലാത്തിടത്ത് ടെക്നോളജി ഉപയോഗിച്ചും മറ്റ് ബുദ്ധിപരമായ ക്രമീകരണങ്ങളിലൂടെയും വലിയ ടൂറിസം ഡെസ്റ്റിനേഷനുകളായി ആയിരക്കണക്കിന് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകളെ ഓരോ മേഖലയിലേക്ക് ആകർഷിക്കുമ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ വലിയ സാധ്യതയാണ് നമ്മുടെ നാടിനും നമ്മുടെ വാഗമണിനും ഉള്ളത് എന്നുള്ളത് ഉത്തമ ബോധ്യമുള്ള ഒരു ജനപ്രതിനിധിയാണ് ഞാൻ. വാഗമണ്ണിലേക്ക് ഈ റോഡ് ഉൾപ്പെടെ നിരവധി റോഡുകൾ പുതുതായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പൂഞ്ഞാർ അടിവാരത്ത് നിന്ന് കോട്ടത്താവളം എന്ന് പറഞ്ഞ വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമുണ്ട്. പൂഞ്ഞാർ രാജാക്കന്മാർ തമിഴ്നാട്ടിൽ വന്നപ്പോൾ കോട്ട കെട്ടി താവളമടിച്ച സ്ഥലമായതുകൊണ്ടാണ് അതിനെ കോട്ടത്താവളം എന്ന് വിളിക്കുന്നത്. ആ സ്ഥലത്തുകൂടി കല്ലില്ല കവല വഴി വഴിക്കടവിലേക്ക് പുതിയൊരു റോഡ് നിർമ്മിച്ചുകൊണ്ടിരിക്കുക. കാരികാട് നിന്ന് കമ്പിപ്പാലം 17 ഏക്കർ വഴി പുതിയൊരു റോഡ് നിർമ്മിച്ചുകൊണ്ടിരിക്കുക. മാവടിയിൽ നിന്ന് മലമേൽ നാട് നോക്ക് വഴി പുതിയൊരു റോഡ് നിർമ്മിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ വാഗമണ്ണിലേക്ക് പുതിയ 4 റോഡുകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കൂട്ടിക്കൽ വലിയ വാഗമൺ റോഡാണ്. ഒപ്പം റിംഗ് റോഡ് സിസ്റ്റം, ഒപ്പം ഒരുപാട് പുതിയ ടൂറിസം പ്രോജക്റ്റുകൾ. ഞാൻ ദീർഘിച്ച് പ്രസംഗിച്ചു പോകുന്നില്ല, പക്ഷെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇപ്പോൾ വാഗമണ്ണിൽ എത്തിച്ചേരുന്ന ടൂറിസ്റ്റുകൾ എത്രയാണോ, ഒരു വർഷം അതിന്റെ 10 ഇരട്ടി ടൂറിസ്റ്റുകൾ അവിടെ എത്തുന്ന രൂപത്തിലേക്ക് 4-5 വർഷത്തിനപ്പുറം വാഗമണ്ണിനെ മാറ്റി തീർക്കാൻ ആവശ്യമായ ബൃഹത്തായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണെന്നും അതിന്റെ ഭാഗമായിട്ടാണ് ഈ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി നിങ്ങൾ നിയോഗിച്ച ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി എന്നുള്ള നിലയിൽ നിങ്ങളോട് ഈ വേദിയിൽ വളരെ ആധികാരികമായി പ്രിയപ്പെട്ടവരെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 2030-നകം പൂർത്തീകരിക്കാൻ ലക്ഷ്യമിട്ട് നടപടികൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ശബരി ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ എയർപോർട്ട് യാഥാർത്ഥ്യമാകുമ്പോൾ കേരളത്തിലെ 1ാമത്തെ എയർപോർട്ടായി ശബരി ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ എയർപോർട്ട് മാറും. ഇപ്പം 4 ഉള്ളത്. കണ്ണൂരും കോഴിക്കോടും നെടുമ്പാശ്ശേരിയും തിരുവനന്തപുരവും. ഈ 4 ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളും ഏറ്റവും വലിയ എയർവേസുകൾ ലാൻഡ് ചെയ്യാൻ കഴിയുന്ന നെടുമ്പാശ്ശേരിയിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എരുമേലിയിൽ ഉണ്ടാക്കാൻ പോകുന്നത് ലോകത്തിന്ന് നിർമ്മിക്കുന്ന ഏത് എയർക്രാഫ്റ്റും വന്ന് ലാൻഡ് ചെയ്യാൻ പര്യാപ്തമായ അതിബൃഹത്തായ സംവിധാനങ്ങളോടെയാണ്
അത് വന്നു കഴിയുമ്പോൾ ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ വാഗമണിലേക്ക് വായുമാർഗം വിമാനമാർഗം എത്തിച്ചേരുന്നവരുടെ റോഡ് മാർഗമായി മാറാൻ പോവുകയാണ് നമ്മുടെ കൂട്ടിക്കലും എന്തയാറും ഒക്കെ. എരുമേലിയിൽ നിന്നും 8 കിലോമീറ്ററിന് മുണ്ടക്കയത്ത് വന്നാൽ മുണ്ടക്കയത്ത് നിന്ന് 20 കിലോമീറ്ററിലധികം സഞ്ചരിച്ചാൽ വാഗമണ്ണിലെത്തുന്ന ഏതാണ്ട് 30-32 കിലോമീറ്റർ കൊണ്ട് എരുമേലിയിൽ ഇറങ്ങുന്ന ഒരു വിനോദസഞ്ചാരിക്ക് അങ്ങേയറ്റം 40-45 മിനിറ്റിനകം വാഗമണ്ണിലെത്താൻ കഴിയുന്ന പാതയായി നമ്മുടെ ഈ എന്തയാർ എളങ്കാട് വഴിയുള്ള ഈ റോഡ് മാറാൻ പോവുകയാണ്. ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ കടന്നു വരികയും നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഉപജീവന മാർഗത്തിന് ഒട്ടേറെ ടൂറിസം സാധ്യതകൾ, ഒപ്പം ഒരുപാട് റവന്യൂ ഭൂമികൾ വാഗമണ്ണുമായി ബന്ധപ്പെട്ട സർക്കാർ ഭൂമികളുണ്ട്. ആ ഭൂമികളിലൊക്കെ PPP മോഡലിൽ പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ, ആ മോഡലിൽ പുതിയ ടൂറിസം സംവിധാനങ്ങളും സംരംഭങ്ങളും അടക്കം ആരംഭിക്കാൻ ആവശ്യമായ നയപരമായ തീരുമാനങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് തലത്തിൽ എടുത്തു കഴിഞ്ഞു. ഭാവിയിൽ ആ കാര്യങ്ങളിലൊക്കെ ഫാം ടൂറിസം ഉൾപ്പെടെ അടിസ്ഥാന റിസോർട്ട് സൗകര്യങ്ങൾ അടക്കം ടൂറിസ്റ്റിന്റെ വിവിധങ്ങളായ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂറിസ്റ്റ് അട്രാക്റ്റീവ് പ്രോജക്റ്റുകൾ, നമ്മുടെ അമ്യൂസ്മെന്റ് പാർക്കുകൾ, നമ്മുടെ അഡ്വഞ്ചർ പാർക്കുകൾ, നമ്മുടെ അതുപോലുള്ള റോക്ക് ഗാർഡനുകൾ, നമ്മുടെ കേബിൾ കാറുകളും റോപ്പ് വേയും ഒക്കെ പോലെയുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ ടൂറിസ്റ്റ് ആകർഷണീയ കാര്യങ്ങളും വാഗമണ്ണുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്രമീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനൊക്കെ ഏറ്റവും വലിയ പ്രയോജനം ലഭിക്കാൻ പോകുന്നത് നമ്മുടെ നാടിനാണ് എന്ന് വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ ഓണം കൊണ്ടുവരുന്ന ഒരു ഒരുമയുടെ സന്ദേശമുണ്ടോ? ഇവിടെ ഒന്നും നമുക്ക് കക്ഷിയും രാഷ്ട്രീയവും കാണേണ്ട കാര്യമില്ല. അതൊക്കെ നമുക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മുടെയൊക്കെ നിലപാടുകൾ അനുസരിച്ച് നമുക്ക് നിലപാടുകളും തീരുമാനങ്ങളും എടുക്കാം. അതിനൊന്നും ഒരു തർക്കവും വേണ്ട. പക്ഷേ വികസന കാര്യത്തിൽ, നാടിന്റെ പുരോഗതിയുടെ കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയവും മറ്റ് സങ്കുചിത താല്പര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഒരുമിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണം. അങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ നമ്മുടെ നാടിന് ഒരുമയുടെ വേദികൾ വേണം. അത്തരം വേദികളിൽ ഏറ്റവും മുഖ്യമാണ് ഇത്തരം ഓണവേളകളും ഇത്തരം ക്ലബ്ബുകളും ഇത്തരം കലാ സാംസ്കാരിക കേന്ദ്രങ്ങളും സംഘടിപ്പിക്കുന്ന ഒരുമയുടെ വേദികൾ, യോജിപ്പിന്റെ വേദികൾ എന്ന് ഉത്തരവാദിത്തത്തോടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി നമ്മുടെ നാടിനെ മാവേലി നാടാക്കി മാറ്റാൻ. എന്താ മാവേലി നാട്? എല്ലാവരും സംതൃപ്തരായ ഒരു നാട്, എല്ലാവരും ആഹ്ലാദത്തോടെയും ആമോദത്തോടെയും ജീവിക്കുന്ന ഒരു നാട്, കള്ളവും ചതിയും വഞ്ചനയും അക്രമവും ഇല്ലാത്തൊരു നാട്. അങ്ങനെ ഒരു നാടാക്കി മാറ്റണമെങ്കിൽ, എല്ലാവർക്കും മാന്യമായി ജീവിക്കാൻ സാഹചര്യമുണ്ടെങ്കിൽ അക്രമങ്ങളും കലഹങ്ങളും കുറയും. സ്വാഭാവികമായും നമ്മുടെ നാട് നന്നായി മാറും. നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി, ഒരുമയുടെയും യോജിപ്പിന്റെയും കൂട്ടായ മുന്നേറ്റത്തിന്റെയും വേദികൾ തുറക്കാൻ ഇത്തരം ഓണവേളകൾക്ക് കഴിയട്ടെ. അതാവട്ടെ ഓണാഘോഷത്തിന്റെ അന്തസത്ത എന്ന് സൂചിപ്പിക്കട്ടെ. ഇന്നൊരു വളരെ പ്രത്യേകതയുള്ള ദിവസമാണ്. ഇന്ന് തിരുവോണം മാത്രമല്ല, മുഹമ്മദ് നബിയുടെ 1500ാമത് ജന്മദിനമാണ്. ഇന്ന് നബിദിനമാണ്. അതേപോലെ തന്നെ നമുക്കറിയാം, ഇന്ന് അധ്യാപക ദിനമാണ്. നമുക്കൊക്കെ അക്ഷരത്തിന്റെ അറിവ് പകർന്നു തരുന്നവർ, കണ്ണു തെളിച്ചു തരുന്നവർ, അറിവിന്റെ അധ്യക്ഷനെ കുറിച്ച് തരുന്നവർ, അവരാണ് അധ്യാപകർ. ഇടമനസാറിനെ പോലുള്ള ആളുകളൊക്കെ ഇരിപ്പുണ്ട് വേദിയിൽ. അങ്ങനെ ഇന്ന് അധ്യാപക ദിനമാണ്. ഒരു ദിവസം കഴിഞ്ഞാൽ മറ്റന്നാൾ ചതയ ദിനമാണ്. ശ്രീനാരായണ ഗുരുദേവന് ജന്മം കൊണ്ട് പവിത്രമായ മണ്ണാണ് കേരളം. ആ യുഗപ്രഭാവാനായ ഗുരുദേവന്റെ ജന്മദിനത്തിന്റെ ആഘോഷത്തിലേക്ക് നാം ഒരു ദിവസത്തിനപ്പുറം പോവുകയാണ്. ഒപ്പം ക്രൈസ്തവ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എട്ടുനോയമ്പ് തിരുനാൾ. പരിശുദ്ധ കന്യാമറിയത്തിന്റെ ആ തിരുനാൾ, അവലോത്ഭവ മാതാവിന്റെ തിരുനാൾ. ഇവിടെ അടുത്ത് വേളാങ്കണ്ണി പള്ളിയൊക്കെ നമുക്കുണ്ട്. അങ്ങനെ എട്ടുനോയമ്പിന്റെയും നബിദിനത്തിന്റെയും ചതയ ദിനത്തിന്റെയും അധ്യാപക ദിനത്തിന്റെയും ഇതിനെല്ലാം തിലകക്കുറിയായി തിരുവോണത്തിന്റെയും എല്ലാം ആഘോഷം നമ്മുടെ നാടിന്റെ പുത്തൻ ഉയരങ്ങളിലേക്കുള്ള യോജിച്ച മുന്നേറ്റത്തിനുള്ള
അടിത്തറയൊരുക്കുന്നതായി മാറട്ടെ എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഏറ്റവും നല്ല നിലയിൽ ഈ സമ്മേളനം സംഘടിപ്പിച്ച, ഈ മത്സരങ്ങൾ സംഘടിപ്പിച്ച, ഈ ആഘോഷം സംഘടിപ്പിച്ച YSC NDR-നെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് മനോഹരമായി ഈ ഓണസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. നടത്തുകയാണ്. ആദ്യമായിട്ട് നമ്മൾ ആദരിക്കപ്പെടുന്നത് ജോസ് ഇടമന സാറിനെയാണ്. 1970 മുതൽ നമ്മുടെ ഈ നാട്ടിലെ സജീവ സാന്നിധ്യമായി ഇവിടെ എത്തിച്ചേർന്ന 36 വർഷം അധ്യാപക ജോലി ചെയ്ത് ഒരു പക്ഷേങ്കിൽ ഇവിടെ ഉള്ള ബഹുഭൂരിഷ ആളുകൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ബഹുഭൂരിഷമാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരിക്കും. അപ്പോൾ കൃഷ്ണപ്പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അന്ന് നടത്തിയ സമരത്തിൽ നമ്മുടെ അടമൻ സാറും അബൂബക്കർ അങ്ങനെ എല്ലാം പ്രതികളായി കേസ് ഉണ്ടായിരുന്നവരാണ്. അപ്പോൾ അന്ന് മുതൽ ഈ റോഡിന് വേണ്ടി കഷ്ടപ്പെട്ട ആളുകൾ ഒരാളായിരുന്നു. അന്ന് തൊട്ട് ഈ നാടിൻ്റെ സമസ്ത മേഖലയിൽ ഉണ്ടായിരുന്ന ആളാണ്. ബ്ലോക്ക് മെമ്പറായി കിട്ടിയിരുന്നു. അദ്ദേഹത്തിനെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാന്യനായ MLA-യും അതിനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാന്യനായ ഇടമന സാറിനെയും ക്ഷണിച്ചു കൊടുക്കും. അടുത്തതായിട്ട് നമ്മുടെ ദേവസ്യ കോട്ടപ്പറമ്പിൽ ഈ നാട്ടിൽ ജനിച്ച് ഇവിടെ വളർന്ന് ഇവിടെ തന്നെ ജോലി ചെയ്ത് ഇവിടെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായി റിട്ടയർ ചെയ്ത ഇന്ന് സാമൂഹ്യ രംഗത്തും NDR-ന്റെ സമസ്ത മേഖലയിലുമൊക്കെ ഭാരവാഹിയായി പ്രവർത്തിക്കുന്ന നമ്മുടെ ദേവസ്യ കോട്ടപ്പറമ്പിൽ അദ്ദേഹത്തെ ഞാൻ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. അടുത്തത് ജേക്കബ് ജോർജ്. ഒരു പക്ഷേങ്കിൽ നമ്മളെയൊക്കെ ദൈവം അനുഗ്രഹിച്ചില്ലെങ്കിൽ ഒരു സെമിനാരിയിലുള്ള ഒരു ഫാദറായിട്ട്, ഒരു അച്ഛനായിട്ട് നമ്മൾ മുന്നിൽ വരേണ്ട ആളായിരുന്നു. പക്ഷേ നമ്മുടെയൊക്കെ പൊതുപ്രവർത്തന രംഗത്ത് വളരെ മനോഹരമായ രീതിയിൽ നിസ്വാർത്ഥ സേവനം നടത്തിയ ജേക്കബ് ചേട്ടനെ ആദരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ അധ്യാപകനായി ജോലി ചെയ്ത് 33 വർഷം അധ്യാപന ജോലി ചെയ്ത് അതിൽ 6 വർഷം മെച്ചമായിട്ട് റിട്ടയർ ചെയ്ത ബഹുമാനിയായ PR വിശംബര സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്ത PA അബൂബക്കർ തുണ്ടിയിൽ 25 വർഷം സർക്കാർ സേവനം നടത്തി. അവർ നമ്മുടെ റോഡ് നിർമ്മാണവുമായിട്ട് വളരെ ചെറുപ്പകാലം തൊട്ടേ തന്നെ ഈ റോഡിന് വേണ്ടിയിട്ടൊക്കെ കഷ്ടപ്പെട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ ആദരിക്കുന്നു. ഈ 27 പ്രസ്ഥാനങ്ങളിൽ സെക്രട്ടറി, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന അബ്ദു ആലസമ്പാടിനെ ആദരിക്കുന്നതിന് അടുത്തതായിട്ട് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ബിജു സാറിനെ ക്ഷണിക്കുന്നു. ഇനി ഞങ്ങളുടെ ഈ ക്ഷണം സ്വീകരിച്ച് വളരെ തിരക്കിനിടയിലും ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ബഹുമാന്യനായ MLA-ക്ക് YSC-യുടെ പ്രസിഡന്റ് ബഹുമാന്യനായ ജെയിംസ് കിടറ്റക്കര ഒരു മമന നൽകി ആദരിക്കുന്നു. ഇവിടെ നമുക്ക് ആശംസ അനുസരിച്ച് സംസാരിക്കുന്നതിനും സമ്മാനദാനം നിർവഹിക്കുന്നതിനും വേണ്ടിയിട്ട് ബഹുമാന്യനായ ബിജു അയ്യപ്പൻ വേണാട്ട് SI അദ്ദേഹത്തെ ക്ഷണിച്ചു കൊടുക്കും. നമുക്ക്
റജി റാണി ശിവദാസൻ ശൈലജ റജി ഉണ്ടോ? റാണി ശിവദാസ് ഉണ്ടോ? സന്ധ്യ ഷിജി സുനിൽ വലി കഴിഞ്ഞ് വന്നാണോ? പോയോ? വനജ കൃഷ്ണൻകുട്ടി ഉണ്ടോ? വനജ കൃഷ്ണൻകുട്ടി ഉണ്ടോ? എമ്മല്ലേ പോയ വഴിക്ക് പോയോ? ശ്രീമതി ഷഫിന ഉണ്ടോ? അമ്പളി സാജു ഉണ്ട്. അമ്പളി സാജു ആണ്. വത്സമ്മ വാസുദേവൻ, സിസിലി ഉണ്ടോ? ബെസ്റ്റ് പെർഫോമറിന് ക്യാഷ് അവാർഡ് സിസിലിക്കുണ്ട്. ഷീല ദേവദാസ് ഉണ്ടോ? സൗമ്യ മോൾ, ശ്രീമതി സുലോചന, താര കൃഷ്ണൻ, വാസന്തി ഉത്തമൻ, സുനി സക്കീർ, രാധാ ഉണ്ണി, പാലിയേറ്റീവ് രുദ്രാണി. അതിന് ആൻസി മെമ്പർ ക്ഷണിച്ചോളൂ. ക്യാഷ് അവാർഡ് പോയി കൊടുക്കണ്ടേ? അടുത്ത നമ്മുടെ ബഹുമാന്യനായ പ്രസിഡന്റിന് YAC വക ഒരു മെമ്മൻറ്റോ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് YACയുടെ പ്രസിഡന്റിനെ ക്ഷണിച്ചു കൊടുക്കും. ഇവിടെ മുതിർന്ന പൗരന്മാരെ ആദരിക്കുന്ന കൂട്ടത്തിലുള്ള നമ്മുടെ ബഹുമാനിയായ കമലാശി കൂട്ടുങ്കൽ, അവർക്ക് ശാരീരിക അസ്വസ്ഥമായ വന്നിട്ടില്ല. അതുകൊണ്ട് മരുമകൾ സുജാത ബാബുജിയെ ഏൽപ്പിക്കുകയാണ്. കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അനു ഷിജുവിനെ ക്ഷണിച്ചു കൊടുക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ മുതിർന്ന ഒരു അമ്മയാണ് കനകമ്മ നടേശൻ. ആരുണ്ടോ? കമലമ്മ നടേശൻ്റെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അനീഷൻ്റെ അനീഷ്. അടുത്തതായിട്ട് നമ്മുടെ പ്രിയങ്കരനായ മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറും നമ്മുടെ നാട്ടിലെ പൊതുപ്രവർത്തകനും ഒക്കെ ആയിരുന്ന ഈ YACയുടെ രക്ഷാധികാരിയുമായ നമ്മുടെ PS സജിമോന് ഒരു മൊമെൻ്റോ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് YACയുടെ പ്രസിഡന്റിനെ ക്ഷണിച്ചു. വാശിയേറിയ വടംവലി മത്സരത്തിൽ റണ്ണേഴ്സപ്പായി മത്സരിച്ച് വിജയിച്ച വെമ്പളി സെവൻസിൻ്റെ ടീം ക്യാപ്റ്റനെ ക്ഷണിച്ചുകൊള്ളുന്നു. ടീം അംഗങ്ങൾ എല്ലാവരും വന്ന് അത് ഏറ്റുവാങ്ങണം. ബിജു സാറാണ്. വടംവലി ടൂർണമെന്റിൽ 3ാം സ്ഥാനം നേടിയിരിക്കുന്നത് MDR ടീമാണ്.
മൂന്നാം സ്ഥാനം നേടിയവർക്കുള്ള ക്യാഷ് അവാർഡ് നൽകുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. നമ്മുടെ വാശിയേറിയ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഉലാൻ സെവൻസ് ഇന്ത്യ ടീം അംഗങ്ങൾ എല്ലാവരും കൂടി വന്ന ഈ ക്യാഷ് അവാർഡ് കൈപ്പറ്റണമെന്ന് അറിയിക്കുകയാണ്. അടുത്ത അത്തപ്പൂക്കള മത്സരത്തിൽ നമ്മൾ ഒന്നാം സ്ഥാനം 5001 രൂപയാണുള്ളത്. അത്തപ്പൂക്കള മത്സരം ഫസ്റ്റ് പ്രൈസ് ക്രിസ്ത്യൻ പാർട്ടി. അവർക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും ഉണ്ട്. അത് നൽകുന്നതിന് വേണ്ടിയിട്ട് ബഹുമാന്യനായ ഹരിഹരൻ മെമ്പറെ ക്ഷണിക്കുന്നു. സെക്കൻഡ് പ്രൈസ് സിസിലി ആൻഡ് പാർട്ടി. ആ സമ്മാനദാനം നൽകുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനിയായ ഗ്രാമപഞ്ചായത്ത് മെമ്പർ മായ ടി എന്നെ ക്ഷണിക്കുന്നു. സിസിലി അടുത്തത് മൂന്നാം സ്ഥാനം ഉണ്ണിയൻ പാർട്ടി മൂന്നാം സ്ഥാനം. അത് നൽകുന്നതിന് വേണ്ടി ബഹുമാനിയായ വ്യാപാരി വ്യവസായിയുടെ പ്രസിഡന്റ് ബെന്നി ഞാവള്ളിക്കുന്ന് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ 6 പേർക്ക് ചികിത്സാ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. അത് ഇപ്പോൾ നമ്മൾ അവരുടെ ഔദ്യോഗികമായിട്ട് നമ്മൾ പേര് പ്രഖ്യാപിക്കുന്നില്ല. അത് ചികിത്സാ സഹായത്തിന് ഫണ്ട് ബഹുമാന്യനായ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് കൈകളിൽ ഏൽപ്പിക്കുകയാണ്. അത് ഏൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാന്യനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിച്ചു കൊടുക്കുന്നു. ആ ബോർഡ് കറക്റ്റായിട്ട് എടുക്കണേ. അത് കറക്റ്റായിട്ട് എടുക്കണം. അത് കേട്ടോ സന്തോഷം. എല്ലാ സാക്ഷികളാണ്. കുട്ടികളുടെ കലാമത്സരത്തിൽ പങ്കെടുത്തുള്ള സമ്മാനമാണ്. കസേരകളി ജൂനിയർ ഫസ്റ്റ് പ്രൈസ് ആദം സിദാൻ. സെക്കൻഡ് പ്രൈസ് ഡാനി. കസേരകളി ഫസ്റ്റ് പ്രൈസ് സീനിയർ ജോമൻ. സെക്കൻഡ് പ്രൈസ് ജോയൽ. മെഴുകുതിരിയോട്ടം ഫസ്റ്റ് പ്രൈസ് ജോയൽ. നാരങ്ങൽ സ്കൂളിൽ നാരങ്ങ ഓട്ടം ഫസ്റ്റ് പ്രൈസ് ആസിഫ്. സെക്കൻഡ് പ്രൈസ് രോഗേഷ്. രോഗേഷ് ഉണ്ടോ? സൈക്കിൾ സ്ലോ റൈസിംഗ് ഫസ്റ്റ് പ്രൈസ് ജോയൽ. സെക്കൻഡ് പ്രൈസ് ജോമോൻ. നാരങ്ങ സ്പൂണ് ഫസ്റ്റ് പ്രൈസ് മനോജ്. മുതിർന്നവരിലാണ് ഫസ്റ്റ് പ്രൈസ് മനോജ്. സെക്കൻഡ് പ്രൈസ് സജിമോൻ. 1-2 സമ്മാനമുണ്ട്. സുന്ദരിക്ക് പൊട്ടത്തിലൊക്കെ ഫസ്റ്റാ. കസേരകളി മുതിർന്നവർ ഫസ്റ്റ് പ്രൈസ് സിജു തൈക്കൂട്ടം. സൂചി നൂറോർത്ത് സിജു നാഗംവേലി. ഒന്നും നോക്കാറില്ല. സൂചി നൂറിനോർത്ത് ഓട്ടം മുതിർന്നവർ ഷിജു നാഗംവേലി. സെക്കൻഡ് പ്രൈസ് ജോബിൻ ചെറിയമ്പുറത്ത്. സെക്കൻഡ് പ്രൈസ് ജോബിൻ ചെറിയമ്പുറത്ത് ഉണ്ടോ? ചാക്കിലോട്ട് മത്സരം ഫസ്റ്റ് പ്രൈസ് മാധവ്. മാവേലിക്കൽ കൊട്ടുതൽ ഫസ്റ്റ് പ്രൈസ് യാസി. ഫസ്റ്റ് പ്രൈസ് യാസി ഉണ്ടോ? സെക്കൻഡ് പ്രൈസ് അനീഷ്.
സോറി, അഭിനവ്. വണ്ടി അഭിനവുണ്ടോ? മാവേലിക്കര പൊട്ടോടിലെ മുതിർന്നവര് ഫാസ്റ്റായ സജിമാൻ പി എസ്. സെക്കൻഡ് പ്രൈസ് അനീഷ് കൊളശ്ശേരി. ബൈക്ക് സ്ലോ റേസിംഗ് ഉണ്ണി ഒരപ്പാങ്കൻ. ഇങ്ങോട്ട് ടൂ വീലർ ക്ലാസിക് അജോ ഫിലിപ്പ്. അറിയാം, ഞാൻ ഈ നാട്ടുകാരുടെ ഒരു 45 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കൊക്കെ എന്നെ അറിയാം. എൻ്റെ പേര് ബിജു ബി എന്നാണ്, അയ്യപ്പ ബിജു എന്ന് വിളിക്കും. ഞാൻ ഈ ഗ്രൗണ്ടിലൊക്കെ പന്ത് കളിക്കുകയും ഓടുകയും ചാടുകയും ഈ ടൗണിൽ 24 മണിക്കൂറും ഉണ്ടായിരുന്ന ഒരാളാണ് ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ മഹാബലി തമ്പുരാൻ്റെ ഈ ഓർമ്മ പുതുക്കുന്ന ദിവസത്തെ തിരുവോണ ആശംസകൾ നേർന്നുകൊള്ളുകയാണ്. വർഷങ്ങളായി ഞാൻ ഇവിടെ വന്ന് പരിപാടിയിൽ പങ്കെടുക്കാറുണ്ട്. ഇന്നെൻ്റെ ഓണസദ്യ വീട്ടിൽ റെഡിയാക്കി വെച്ചപ്പോൾ എനിക്ക് ഇവിടെ ഓണത്തിന് പോകുന്ന ഉച്ചയ്ക്ക് നമ്മുടെ ഏന്ത്യാർ ബദരിയ മുസ്ലിം ജമാഅത്ത് ഏന്ത്യാറിലായിരുന്നു ഉച്ചഭക്ഷണം. ഏന്ത്യാറിൻ്റെ ഒരു പ്രത്യേകതയാണ്, വർഷങ്ങൾക്ക് മുമ്പ് ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊക്കെ ഇങ്ങനെ ജാതി മത ഭേദം അന്യേ ഈ ഏരിയയിലുള്ള എല്ലാവരും വിവിധ തരത്തിലുള്ള ഫുട്ബോളായും വോളിബോളായും ബാഡ്മിൻ്റനായും കളിക്കുന്ന ഗ്രൗണ്ടുണ്ട്. ജയജയമാർ സ്കൂളിലെ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം നമ്മുടെ ഇവിടുത്തെ പ്രിയങ്കനായ നമ്മുടെ നസീറണ്ണനും അഷറഫും എല്ലാം കൂടെ ചേർന്ന് വന്നിട്ട് പറഞ്ഞു, നമുക്ക് ഇന്ന് പള്ളിയിൽ നബിദിനമാണ്, അവിടെ ഭക്ഷണം കഴിക്കാൻ വരണമെന്ന് പറഞ്ഞു. അത് അറിവില്ലായ്മ കൊണ്ടാണ്. അപ്പോൾ അന്ന് അറിവില്ലായ്മ കൊണ്ട് ഞങ്ങൾ ചോദിച്ചു, മുസ്ലിം പള്ളിയിൽ പോയാൽ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ, അത് ശരിയാത്ര നമ്മൾ പോയാൽ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ ഞങ്ങൾ തമ്മിൽ അവിടെ പറഞ്ഞു. പക്ഷെ അന്ന് പറഞ്ഞു, നിങ്ങൾ വരണം, വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്നാലും നമുക്ക് അറിവില്ലായ്മ കൊണ്ടാണ്, നമുക്കറിയത്തില്ല ഇനി മുസ്ലിം പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇനി കയറാൻ പറ്റിയല്ലോ, അങ്ങനെയുള്ള അറിവില്ലായ്മ കൊണ്ട് അന്ന് ഞങ്ങൾ സന്തോഷം ഞാനൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞാൽ അങ്ങോട്ട് ചെന്ന് വല്ലവരും വല്ലതും പറയുമെന്നൊക്കെ ഉള്ളൊരു ഭക്തം പറ്റിയെന്ന് പറഞ്ഞാൽ അന്ന് ഞങ്ങൾ പള്ളിയിൽ പോയി അന്ന് നബിദിനം ആഘോഷിച്ച് ഭക്ഷണം കഴിച്ച് തുടങ്ങിയതാണ്. വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒന്നാണ്. ഇന്ന് ഉച്ചയ്ക്കും ഞാൻ പറഞ്ഞു എൻ്റെ മുസ്ലിം പള്ളിയിൽ പോയി എൻ്റെ കൂട്ടുകാരോടൊപ്പം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ സാധിച്ചു. ഓണത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷമായി ഞാനതിനെ കാണുകയാണ്. പ്രത്യേകിച്ച് ഏന്തയാർ ജനതയ്ക്ക് ഇവിടെ MLA അദ്ദേഹം പറഞ്ഞ പോലെ ഒരു വേളാങ്കണ്ണി പള്ളിയുണ്ട്, സെൻറ് ജോസഫ് ചർച്ചുണ്ട്, ഇവിടെ പള്ളിയുണ്ട്, അമ്പലമുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി എല്ലാ പരിപാടികളിലും പങ്കെടുക്കുകയും ആഘോഷിക്കുകയും വളരെ മനോഹരമായ സന്തോഷത്തോടെ പിരിഞ്ഞു പോവുകയും ചെയ്യാറുള്ളത്. ലോകമുള്ള മലയാളികൾ മുഴുവൻ ഒരുമയോട് സ്നേഹത്തോടെ ആഘോഷിക്കുന്ന ഈ ഓണത്തിൻ്റെ ദിനമാണ്. ഈ എല്ലാ പതനത്തിൽ നിന്നും ഒരു തിരിച്ച് ഫലമുണ്ട് എന്ന ആത്മവിശ്വാസം നൽകുന്ന സ്നേഹരാജാവിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഈ ദിനത്തിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒരുമയോടുകൂടി ഈ ആഘോഷത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ നന്മയും സ്നേഹവും 100 പേര് വിളയണം എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടിയായിരിക്കണം നമ്മളെല്ലാം മുമ്പോട്ട് പോകേണ്ടത്. ആ പ്രാർത്ഥനയിൽ ഈ നാട് വലിയ നാടായി തീർത്ത് അതിൽ ഈ ഗ്രാമത്തിൽ ഈ ഗ്രാമം ഈ കേരളം മുഴുവൻ അറിയപ്പെടുന്ന, ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന പ്രദേശമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ വിളിച്ചു വരുത്തി ഈ ആദരവ് നൽകാൻ തയ്യാറായ ഈ YACയുടെ സുഹൃത്തുക്കൾക്ക് അവരുടെ സ്നേഹത്തിന് എല്ലാ നന്മയും അവരുടെ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. നാളുകളിൽ ഈ നാടിനെ നയിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമായി നിൽക്കാൻ ഇത് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഞാൻ അവർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. മലയാളികളിപ്പം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഇപ്പോൾ നമ്മുടെ ഓണം നമുക്ക് ലോക പ്രശസ്തമായ ഉത്സവമാക്കി മാറ്റിയിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. പണ്ടൊക്കെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, നമ്മുടെ കൂട്ടായ്മ എല്ലാവരും കൂടെ ഒന്നിച്ചു വരുന്നു, ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്യുന്നു, അത്തപ്പൂക്കൾ ഇടുന്നു, ഊഞ്ഞാലാടുന്നു, വിവിധ മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നു. അങ്ങനെ ഒരു ഒരുമ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് അറിയാം, ഇന്നിപ്പം ഡിജിറ്റൽ യുഗമായിരിക്കുന്നു. അപ്പോൾ എല്ലാവരും അധ്വാനിക്കാനുള്ള ഒരു മനോഭാവം തന്നെ ജനങ്ങളുടെ ഇടയിൽ കുറഞ്ഞു വരുന്നു. YAC ക്ലബിൻ്റെ നേതൃത്വത്തിൽ രാവിലെ മുതൽ വിവിധ പരിപാടികളിലൂടെ സംഘടിപ്പിച്ചു
വരുന്ന മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയികളായവർക്കും പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം നമ്മുടെ ഇവിടുത്തെ ആദരവ് ഏറ്റുവാങ്ങിയ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ അവരെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ക്ലബ്ബ് ഈ മുന്നോട്ട് നല്ല രീതിയിൽ വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ അവർക്ക് സ്വന്തമായിട്ടൊരു കെട്ടിടത്തിൻ്റെ കാര്യം സംസാരിക്കുകയുണ്ടായി. അതൊക്കെ ഭാവിയിൽ യാഥാർത്ഥ്യമാകട്ടെ, ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒത്തിരി കാര്യങ്ങൾ ഇവർ പ്രവർത്തിക്കട്ടെ എന്ന് ആശംസിച്ചുകൊള്ളു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ ഹൃദയപൂർവ്വം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. അഭിമാനാർഹമായ പ്രവർത്തനങ്ങൾ നടത്തി ഓരോ വർഷവും ഓരോ പരിപാടികളുമായിട്ട് മുന്നോട്ട് വരുന്ന NDR ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ 23ാമത് ഓണാഘോഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആദരിക്കാൻ സ്വീകരിക്കാൻ എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ ഒറ്റ വാക്കിൽ അവർക്ക് വേണ്ടി കൃതജ്ഞതപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുന്ന ബഹുമാന്യനായ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും എൻ്റെ സുഹൃത്തും നമ്മുടെ നാടിൻ്റെ പൊതുപ്രവർത്തനമായ PS സജിമോനെ ഞാൻ ഈ യോഗത്തിനുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ തിരക്ക് പിടിച്ച ദിനമായിട്ടും ഓണ ദിനത്തിന് തിരക്കുണ്ടായിട്ടും തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ നിന്നും അവധിയെടുത്ത് രാവിലെ മുതൽ നമ്മോടൊപ്പം സഹകരിച്ച നമ്മോടൊപ്പം നിലനിന്ന നമ്മുടെ നാട്ടുകാരനും നമ്മുടെ എല്ലാവരുടെയും സുഹൃത്തുമായ നമ്മുടെ പ്രിയപ്പെട്ട സബ് ഇൻസ്പെക്ടർ ബിജു അയ്യപ്പൻ വേണാട്ടിൽ ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അന്വേഷിച്ചു, ഗ്രാമപഞ്ചായത്ത് മെമ്പറായ മായ TN, മാനസി അലക്ഷൻ എന്നിവർക്കുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ വ്യാപാരി വ്യവസായിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ബെന്നി ഞാവള്ളിക്കൊണ്ടാണ് ഞാൻ യോഗത്തിനുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിക്കുവാൻ വേണ്ടി വളരെയധികം പ്രവർത്തനങ്ങൾ നടത്തിയ YACയുടെ കമ്മിറ്റി അംഗങ്ങൾ, വൈസ് പ്രസിഡന്റ് നമ്മുടെ തമ്പി അളിയനടക്കം ഉള്ള മുഴുവൻ YACയുടെ കമ്മിറ്റി അംഗങ്ങളെയും ഞാൻ യോഗത്തിന് വേണ്ടിയുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ വളരെ എല്ലാ